ന്യൂയോർക്ക് സിറ്റി മേയറാകുന്ന ആദ്യത്തെ മുസ്ലിമാണ് സൊഹ്റാൻ മാംദാനി എന്ന് ലോകമെങ്ങും ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം, വിവരമുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളൊരു കാര്യം. ആദ്യമായിട്ട് ന്യൂയോർക്ക് മേയറാകുന്ന ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹം എന്ന് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരൻ എന്നല്ല പറയുന്ന ആദ്യത്തെ സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, പിന്നെ ഇതെല്ലാം കൂടെ ചേരുന്ന ശ്രീലങ്ക, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് ഏഷ്യൻ എന്ന് പറയുന്നതും ഇന്ത്യക്കാരെന്ന് പറയുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അപ്പം ഈ ഇന്ത്യക്കാരൻ എന്നുള്ള അതിന് ഒരു ഗ്രേഡ് കുറയ്ക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സൗത്ത് ഏഷ്യൻ എന്നുള്ള പ്രയോഗം. അപ്പം ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു കുറച്ചിലാണോ? ഇപ്പം നമ്മളങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം കമലാ ഹാരിസ് അവരുടെ അമ്മയുമായിട്ടായിരുന്നു അവർക്ക് ഏറ്റവും വലിയ ബന്ധം. അവർ ചെറുപ്പകാലത്ത് തന്നെ പിതാവുമായിട്ട് ബന്ധം പിരിഞ്ഞു, വേർപെട്ട് താമസിച്ചിരുന്നത്. പിതാവുമായിട്ട് വലിയ ലോഹ്യമൊന്നും ഇല്ലായിരുന്നു. ഇവരുടെ ഒരു ചടങ്ങുകൾക്ക് പോലും ജീവിച്ചിരിക്കുന്ന പിതാവിനെ വിളിക്കുകയുണ്ടായില്ല. എന്നാലും എല്ലാ ചടങ്ങുകളിലും അവർ മരിച്ചുപോയ അമ്മയെ അനുസ്മരിക്കുമായിരുന്നു. അപ്പം എന്നിട്ട് പോലും ഒരിക്കൽ പോലും അവർ ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ ഇന്ത്യക്കാരിയാണ്, ഞാൻ പകുതി ഇന്ത്യക്കാരിയാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ കറുത്ത വർഗ്ഗക്കാരിയാണ് എന്നാണ് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഐഡൻറ്റിറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരനെന്ന് പറയുന്നത് ഒരു കുറച്ചിലുള്ള ഒരു കാര്യം പോലെ തോന്നുന്നു. അത് കുറേ വർഷം മുമ്പല്ല, 2018 ഇറങ്ങിയ ഒരു സിനിമ, ഈ ബൊഹീമിയൻ റാപ്സഡി, അത് ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന സംഗീതജ്ഞനെ പറ്റിയുള്ള സിനിമയായിരുന്നു. അതിന് ഓസ്കർ അവാർഡ് കിട്ടിയുണ്ടായി. അതിലെ ഈ ഫ്രെഡി മെർക്കുറി ആയിട്ട് അഭിനയിച്ച റാമി മലേക്കിന് മികച്ച നടനുള്ള ഓസ്കർ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത്ര വിശിഷ്ടമായൊരു ചിത്രമാണത്. അപ്പോൾ അതിൽ പറയുന്നത് ഈ ഫ്രെഡി മെർക്കുറി അദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം വന്നത് 1000 വർഷം മുമ്പ് പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറിയ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. 1000 വർഷം മുമ്പ്, പാഴ്സിയാണ്, 1000 വർഷം മുമ്പ്. അപ്പോൾ ഈ ഫ്രെഡി മെർക്കുറി ആരാണെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് ഗൂഗിളിൽ നോക്കി. ഫ്രെഡി മെർക്കുറി അദ്ദേഹം മറ്റാരുമല്ല, ഫറോക്ക് ബൽസാര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ബൽസാര എന്ന് പറയുന്നത് ബൽസാർ ഗുജറാത്തിലെ ഒരു നഗരമാണ്. ആ നഗരത്തിൻ്റെ പേരാണ് നദിയാദുവാല അല്ല സിംഗപ്പൂർ വാല എന്നൊക്കെ പറയുന്ന പോലെ ബൽസാരാക്കാരൻ ഫറോക്കാണ് ഈ ഫ്രെഡി മെർക്കുറി ആയത്. അപ്പോൾ ഈ ബൽസാര ഇപ്പോഴതിൻ്റെ പേര് വൽസാഡ് എന്നാക്കിയിരിക്കുന്നു. അപ്പോൾ ആ സിറ്റിയുടെ പേരിൽ ആണ് അറിയപ്പെടുന്നത് അദ്ദേഹം, അവരുടെ കുടുംബം തന്നെ അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ 1000 വർഷം മുമ്പ് വന്നവിടെ താമസമാക്കിയതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസമാക്കിയതാണ്. ഇപ്പം ടാറ്റ ഇന്ത്യക്കാർ, അവർ 1000 വർഷം മുമ്പ് ഇറാനിൽ നിന്ന് വന്നവരാണ് എന്നാരെങ്കിലും പറയുമോ? അവർ ഇന്ത്യക്കാരാണ്, 1000 വർഷം മുമ്പ് വന്ന് അവർ ഇന്ത്യക്കാരല്ലാതാവുമോ? എന്ന് പറഞ്ഞ പോലെ ആ പാശ്ചാത്യ ലോകത്ത് ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് ഒരു കുറച്ചിലോ അത് മാർക്കറ്റിങ്ങിന് അത് ദോഷം ചെയ്യുന്ന ഒരു കാര്യം പോലെയാണ് അന്ന് എനിക്കത് തോന്നിയത്. കാരണം ഒരിക്കൽ പോലും ഒരിടത്ത് പോലും അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം 1000 വർഷം മുമ്പ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് താമസം മാറ്റിയ ആളാണ്, 1000 വർഷം മുമ്പ്. അപ്പോൾ ഭയങ്കരമല്ലേ? അപ്പോൾ ആ ഐഡൻറ്റിറ്റി മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ പോലും ഇന്ത്യയുണ്ട്, ഫറോക്ക് ബൽസാര. പക്ഷേ പേരിൽ പോലും മറച്ചു വച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ സൊഹ്റാൻ മാംദാനി നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുജറാത്തിയാണ്, ഗുജറാത്തി ഷിയ മുസ്ലിമാണ്, ഖ്വാജ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അമ്മ മീര നായർ പഞ്ചാബി ഹിന്ദുവാണ്. ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ സൊഹ്റാൻ മാംദാനി ജനിച്ചത് ഉഗാണ്ടയിലാണ് എന്ന് മാത്രം. അതിപ്പം നമ്മുടെ മക്കൾ അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് അമേരിക്കക്കാരെന്ന് പറയാമെങ്കിലും ഇന്ത്യക്കാരാണ്, നമുക്കറിയാം ഇന്ത്യക്കാരാണ്. ഇന്ത്യ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അമേരിക്കയിൽ ജനിച്ചു, അതുകൊണ്ട് നമ്മൾ അമേരിക്കക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലിരിക്കുന്ന അമേരിക്കക്കാർ വെള്ളക്കാർ അല്ലെങ്കിൽ കറുത്തവർ, അതാണ് പ്രധാനമായിട്ടും. നമ്മൾ ഒക്കെ ഇന്ത്യക്കാർ തന്നെ. അപ്പോൾ എന്തായാലും ആ ഇന്ത്യ ഈ മാംദാനിയുടെ മുസ്ലിം ഐഡൻറ്റിറ്റി മാത്രം പറയുമ്പോഴത്തേക്ക് മറന്നുപോകുന്ന ഒരു കാര്യം, എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യം, അദ്ദേഹം ഇന്ത്യക്കാരനാണെന്നുള്ള നമുക്ക് കിട്ടാവുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. മുസ്ലിം എന്ന് ആദ്യ മുസ്ലിം ഇതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു അംഗീകാരം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യക്കാർക്കെതിരെ നാനാഭാഗത്തും ആക്രമണങ്ങളുണ്ട്, വംശീയ വെറി ഉണ്ട്. ഇന്ത്യക്കാരെ കാണുന്നിടത്ത് വെച്ച് ചീത്ത പറയുകയും അല്ലെ അപഹസിക്കുകയും അവർക്കെതിരെ ഇവിടുത്തെ എല്ലാം തട്ടിയെടുക്കാനായിട്ട് വരുന്നു എന്നുള്ള ആ ധാരണ പരത്തുകയും, പൊതുവിൽ ഒരു ഇന്ത്യൻ വിരോധം ശക്തമായിട്ടുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ.
നമ്മളാണെങ്കിൽ അതിനെതിരെ ഒന്നും പ്രതികരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പ്രതികരിക്കാൻ കഴിയാത്ത കാര്യം, ഇപ്പം ഗുജറാത്തിക്ക് തല്ല് കിട്ടിയാൽ മലയാളി മിണ്ടത്തില്ല, മലയാളിക്ക് തല്ല് കിട്ടിയാൽ ഗുജറാത്തി മിണ്ടത്തില്ല. പിന്നെ തമിഴിന് തമിഴിനോ അല്ലെങ്കിൽ തെലുങ്കിനോ തല്ല് കിട്ടിയാൽ നമ്മളാരും മിണ്ടാൻ പോകുന്നില്ല. നമ്മൾ പിന്നെ ഗുജറാത്തിയും മിണ്ടില്ല, പിന്നെ മലയാളിയും മിണ്ടില്ല. ഇനി നമ്മൾ ഈ ഏഷ്യക്കാർക്കെതിരെയാണ് ഈ വിരോധം പലപ്പോഴും ഉണ്ടാകുന്നത്. ഏഷ്യക്കാരെന്ന് പറഞ്ഞാൽ ചൈനക്കാരന് കിട്ടുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ മിണ്ടുകയില്ല, അത് കണ്ട ഭാവം നടിക്കുകയില്ല. ഇന്ത്യക്കാർക്ക് കിട്ടുമ്പോൾ അവരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏഷ്യക്കാരെന്ന് പറഞ്ഞാലും നമ്മളാരും ഏഷ്യക്കാരല്ല. ഇനി ഇന്ത്യൻ എന്ന് പറഞ്ഞാലും പിന്നെ ഗുജറാത്തിയും മലയാളിയും പിന്നെ ഇന്ത്യക്കാർ തന്നെ പേരിൽ എന്നല്ലാതെ ഇവർ തമ്മിലൊരു ഐക്യമോ ബന്ധമോ ഇല്ല. അപ്പോൾ ഇന്ത്യക്കാർക്കെതിരെയും മറ്റും ഈ വംശീയപരയും വംശീയമായിട്ടുള്ള പരാമർശങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെതിരെ പറയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മളെല്ലാം ഭിന്നിച്ച് നിൽക്കുന്നു. ഈ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഒട്ടില്ലതാനും. കാര്യം നമുക്ക് 6 കോൺഗ്രസ് അംഗങ്ങൾ പിന്നെ നമുക്കുണ്ട്, പിന്നെ ഇന്ത്യക്കാരായിട്ടുണ്ട്. പക്ഷേ ഒരു സംയുക്തമായിട്ട് നമുക്കൊരു സമിതി, ഒരു കേന്ദ്ര സമിതി പിന്നെ ഇന്ത്യക്കാരുടേതായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആക്രമണങ്ങളും ഇങ്ങനെയുള്ള അതിക്രമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വംശീയ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതികരിക്കാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിൽ പിന്നെ ഇത്തരം വംശീയപരി ഔദ്യോഗിക തലത്തിൽ വരാം, പിന്നെ ഈ ഇലക്റ്റഡ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് വരാം, അല്ലെങ്കിൽ സാധാരണ ആളുകളുടെ അടുത്ത് നിന്ന് വരാം ആക്രമണങ്ങളും ഒക്കെ. അപ്പോൾ അത് വരുമ്പം നമ്മളൊരു യുണൈറ്റഡ് ഒരു ശക്തിയാണെന്ന് നമുക്ക് കാണിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മളെല്ലാം ഭിന്നിച്ച് നിൽക്കുന്നു. അത് നമ്മുടെ ഒരു ദൗർബല്യമാണ്, നമുക്കൊരു ദോഷവുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ മാംദാനിയെ പോലെയുള്ളവരുടെ വിജയം. വാസ്തവം പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ വിജയമാണ്. കാഷ് പട്ടേൽ FBI ഡയറക്ടറാകുന്നത് എത്രയോ വലിയ കാര്യമാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരു ഇന്ത്യക്ക് കിട്ടുന്ന, ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് നമുക്ക് പിന്നെ മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പിന്നെ ആകപ്പാടെയുള്ളത് ഈ പിന്നെ സുന്ദർ പിച്ചയും സത്യാനാഡെല്ലയും ഒക്കെ ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ തലപ്പത്തുണ്ട് എന്നുള്ളതാണ് ആകപ്പാടെ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മളിവിടെ പിന്നെ വന്ന് തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് പരക്കെ ഉണ്ടാവുന്നത്. എന്തിനു പറയുന്നു, നമ്മുടെ നിക്കി ഹേലി പിന്നെ മുൻ ഗവർണർ, മുൻ സൗത്ത് കരോലിന ഗവർണർ, അവർ എപ്പോഴും ഇന്ത്യക്കാരെയാണെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുള്ള ആളാണ്. അവർ പഞ്ചാബിയാണ്, പഞ്ചാബി സിഖ് അവരുടെ പേരൻസ്. പിന്നെ ഇവർ മതം മാറുകയാണ് ചെയ്തത്, പിന്നെ ക്രിസ്ത്യാനിയാകുകയാണ് ചെയ്തത്. അപ്പോൾ അവർ എപ്പോഴും ഇന്ത്യക്കാരിയാണെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവരുടെ മകനിപ്പം അവരുടെ ഭർത്താവ് അമേരിക്കക്കാരനാണ്. മകനിപ്പം പറയുന്നത് സകല ഇന്ത്യക്കാരെയും പുറത്താക്കണം, ഇന്ത്യക്കാരെല്ലാം വരുന്നത് പിന്നെ ദുരുദ്ദേശത്തോടെയാണ്, ഇവിടെ അവർ അരിഞ്ഞു ചേരുന്നില്ല എന്നുള്ള രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ. അപ്പം പഞ്ചാബിൻ്റെ കൊച്ചുമകനാണ്, പക്ഷേ അദ്ദേഹം പോലും ഇന്ത്യക്കാർക്കെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ മാംദാനിയുടെ പിന്നെ ഈ മുസ്ലിം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ജനങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥ വരുന്നു. എന്തായാലും അങ്ങനെ മറന്നാലും അതില്ലാതാവുന്നില്ല. അദ്ദേഹം ഇന്ത്യക്കാരൻ തന്നെ, അതിൽ നമ്മൾ അഭിമാനിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു വിഭാഗം പേര് അഭിമാനിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് വരെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെ. നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള അതിൽ ആ പേരിൽ പിന്നെ അഭിമാനിക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ പിന്നെ വരുന്നു. ആ പേര് എടുത്തു പറയാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വേണം. ഈ സൗത്ത് ഏഷ്യൻ ലേബൽ നമുക്ക് ആവശ്യമില്ല. സൗത്ത് ഏഷ്യയായിട്ട് നമുക്ക് എന്ത് ബന്ധം? നമ്മളവിടുന്ന് പിന്നെ ആ ഭാഗത്തു നിന്ന് വരുന്നവരായിരിക്കാം. നമ്മൾ ഇന്ത്യക്കാരാണ്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതും.